ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ശാരീരിക വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ശരീരത്തിലുള്ള എല്ലാ വ്യവസ്ഥകളും ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അതില് നമ്മൾ ഇന്നലെ ഈ വ്യവസ്ഥകൾക്കിടയിലുള്ള ഒരു വിനിമയത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ റിസപ്റ്ററുകളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അത് അവയവങ്ങൾക്കല്ല, നമുക്കുണ്ടല്ലോ റിസപ്റ്റേഴ്സ്, ഗ്രാഹികളുണ്ടല്ലോ. അപ്പൊ ആ ഗ്രാഹികളെ കുറിച്ചുള്ള ഗ്രാഹ്യ സംവിധാനത്തെ കുറിച്ച്, ഗ്രഹണ വ്യവസ്ഥയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്: ദ സെൻസറി സിസ്റ്റം എനേബിൾസ് അവയർനെസ്, പെർസെപ്ഷൻ ആൻഡ് ഹെൽത്തി റെസ്പോൺസ്. ഗ്രഹണ വ്യവസ്ഥയും ആരോഗ്യവും. സെൻസറി സിസ്റ്റം എന്നത് ശരീരത്തിന്റെ ഗ്രഹണശേഷിയും ബോധവൽക്കരണ സംവിധാനവുമാണ്. ഇത് പുറം ലോകത്തു നിന്നും ആന്തരിക ശരീരത്തിൽ നിന്നും വിവരങ്ങൾ സ്വീകരിക്കുകയും പ്രതികരണത്തിനും സന്തുലിതാവസ്ഥയ്ക്കുമായി തലച്ചോറിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇത് പ്രകാശം, ശബ്ദം, ഗന്ധം, രുചി, സ്പർശനം, വേദന, താപനില, മർദ്ദം, ശരീരത്തിന്റെ അവസ്ഥ എന്നിവ തിരിച്ചറിയുന്നു. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ചർമ്മം, ആന്തരിക സെൻസറുകൾ, സെൻസറി നാഡികൾ, മസ്തിഷ്ക കേന്ദ്രങ്ങൾ എന്നിവയാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ. ശാരീരികവും രാസപരവും ആന്തരികവുമായ മാറ്റങ്ങൾ കണ്ടെത്തുന്ന ഡിറ്റക്ടറുകളായി പ്രവർത്തിക്കുന്ന പ്രധാന സെൻസറി ഘടകങ്ങളാണ് റിസപ്റ്ററുകൾ. ഈ സംവിധാനം വേഗത്തിലും തുടർച്ചയായും തെരഞ്ഞെടുക്കപ്പെട്ട രീതിയിലും പ്രവർത്തിക്കുന്നു. ഇത് നാഡീവ്യൂഹം, എൻഡോക്രൈൻ, മസ്കുലോസ്കെലിറ്റൽ, രക്തചംക്രമണം, ശ്വസനം, ദഹനം, പ്രതിരോധശേഷി, മനസ്സ് എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്നു. ആരോഗ്യകരമായ സെൻസറി പ്രവർത്തനം, അവബോധം, ഏകോപനം, പഠനം, വൈകാരിക സന്തുലിതാവസ്ഥ, സുരക്ഷ എന്നിവയെ പിന്തുണയ്ക്കുന്നു. സമ്മർദ്ദം, അമിതഭാരം, മോശം ഉറക്കം, വിഷാംശങ്ങൾ, അമിത സ്ക്രീൻ ഉപയോഗം, ഉച്ചത്തിലുള്ള ശബ്ദം, വീക്കം, ആഘാതം എന്നിവ സെൻസിങ്ങിനെ തടസ്സപ്പെടുത്തുന്നു. വിശ്രമം, ഉറക്കം, സ്വാഭാവിക വെളിച്ചം, കുറഞ്ഞ ഉത്തേജനം, ശ്രദ്ധയോടെയുള്ള ശ്വസനം, ചലനം, പോഷകാഹാരം, ജലാംശം, ശാന്തമായ വികാരങ്ങൾ, പ്രകൃതിയിലെ സമയം, താളാത്മകമായ ജീവിതം എന്നിവയിലൂടെ ആരോഗ്യം തിരിച്ചു വരുന്നു. അപ്പൊ നമ്മൾ ഇതിനെ സമീപിക്കുന്ന ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മുടെ എന്തെല്ലാം വ്യവസ്ഥകളിൽ എന്തെല്ലാം ഉണ്ട്, അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ആഴങ്ങളിലേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം നമുക്ക് മനസ്സിലാകേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഓർഗൻസും അവയും ആരോഗ്യം തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എന്തുകൊണ്ടാണ് അതിൽ തകരാറ് വരുന്നത്, അതിനെ പുനഃസ്ഥാപിക്കാൻ എന്താണ് വേണ്ടത്. പുനഃസ്ഥാപിക്കാൻ എന്താണ് വേണ്ടതെന്ന് പറയുന്നിടത്ത് നമുക്ക് ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യം വന്നിട്ടുണ്ടാവും. ഒറ്റ കാര്യം ചെയ്യാവുള്ളൂ, ഏത് വ്യവസ്ഥ ശരിയാക്കാൻ ഒറ്റ കാര്യം ശരിയാവുള്ളൂ, അത് ക്രമമായ താളാത്മകമായ ജീവിതമാണ്. ഇത് എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പൊ. അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സെൻസറി സിസ്റ്റം എന്നുള്ളതാണ്. അതായത് നമ്മുടെ റിസപ്റ്ററുകൾ, നമ്മുടെ അവയവങ്ങൾക്കകത്ത് റിസപ്റ്ററുകൾ പോലെ നമുക്കുള്ള റിസപ്റ്ററുകളാണ്, ഗ്രാഹികളാണ് സെൻസറി. ഗ്രാഹികളുടെ ആ ഒരു ഏകോപന പ്രവർത്തനത്തെയാണ് നമ്മൾ സെൻസറി സിസ്റ്റം എന്ന് പറയുന്നത്. സെൻസ് ചെയ്യാനുള്ള എന്താണ് എനിക്ക് പുറത്ത് അല്ലെങ്കിൽ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, എന്ത് മാറ്റമാണ് എന്റെ പരിസരത്ത്, എന്റെ ആന്തരിക പരിസരത്തോ ബാഹ്യ പരിസരത്തോ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഈ സെൻസറി സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഒരു ഫിസിക്കൽ ഡയമെൻഷനിലുള്ള കാര്യത്തെ കുറിച്ച് മാത്രം നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ഫിനോമിനൽ ഡയമെൻഷനുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വേറൊരു ഭാഗത്ത് കോഗ്നീഷനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അത് ആരോഗ്യവുമായി ബന്ധപ്പെടുത്തിയല്ല, ജ്ഞാനവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അതല്ലാതെ തന്നെ നമ്മൾ കോഗ്നിറ്റീവ് പ്രോസസ്സിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ, സെപ്പറേറ്റ് ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു പ്രത്യേക സബ്ജക്ട് തന്നെയാണ് കോഗ്നിറ്റീവ് ഇക്കോളജി എന്ന് പറയുന്നത്. അപ്പോ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ആ കോഗ്നിഷന്റെ തൊട്ട് മുമ്പുള്ള ആ ഒരു പ്രോസസ്സാണ് സെൻസിങ് എന്നുള്ളത്. ആ സെൻസറി സിസ്റ്റം എന്നുള്ളത് എന്താണ് അകത്തോ പുറത്തോ ഉള്ളത് എന്നുള്ളത് ഗ്രഹിക്കുന്നു. മാത്രമല്ല ബോധത്തിലേക്ക്, അതായത് ആ അനുരൂപപ്പെടാനുള്ള, നമ്മുടെ പരിസരത്തുള്ള മാറ്റങ്ങളോട് അനുരൂപപ്പെടാനുള്ള ഒരു ബോധാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഇത് പുറത്ത് അല്ലെങ്കിൽ അകത്ത് നിന്നും വിവരങ്ങൾ കളക്ട് ചെയ്യും.
എന്നിട്ട് ശരീരം ഇതിനോട് പ്രതികരിക്കുകയോ പ്രതിനില കൊള്ളുകയോ വേണമല്ലോ, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യണമല്ലോ, അതനുസരിച്ച് ബാലൻസ് ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇത് തലച്ചോറിലേക്ക് അയച്ചു കൊടുക്കും. തലച്ചോറിൽ നിന്ന് പിന്നെ അത് എവിടേക്കൊക്കെയാണോ പോകേണ്ടത് അവിടേക്ക് അയക്കും എന്നുള്ളതാണ് ഉണ്ടാകുന്നത്. എല്ലാ ഭാഗത്തും തലച്ചോറിൽ ചെന്നിട്ട് തന്നെ ആകണം എന്നൊന്നുമില്ല. ലോക്കലി തന്നെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന സംവിധാനം ശരീരത്തിനുണ്ട്. അപ്പോ ഇത് സാധാരണ രീതിയിൽ സെൻസ് ചെയ്യുന്നത് പ്രകാശം കണ്ണുകൊണ്ട് മാത്രമല്ല കേട്ടോ പ്രകാശം സെൻസ് ചെയ്യുന്നത്, സ്കിന്നുകൊണ്ട് പ്രകാശം സെൻസ് ചെയ്യും, ശബ്ദം, ഗന്ധം, രുചി, സ്പർശനം. അപ്പൊ ഇത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് വേദന തിരിച്ചറിയാൻ കഴിയും, താപനില തിരിച്ചറിയാൻ കഴിയും, മർദ്ദം തിരിച്ചറിയാൻ കഴിയും, ശരീരത്തിന്റെ അവസ്ഥ, ഇപ്പോ ശരീരത്തിന് എന്ത് കാലാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഗ്രാഹികളുടെ ഉത്തരവാദിത്വം. ഗ്രാഹികൾ എന്ന് പറയുമ്പോൾ ഈ റിസപ്റ്ററുകളും അതുപോലെ തന്നെ നമ്മൾ ഈ ഇന്ദ്രിയങ്ങള്, പഞ്ചേന്ദ്രിയങ്ങള് ഒക്കെ, അവയുടെ ഒരു ഉത്തരവാദിത്വം അതാണ്. അതിന് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ചർമ്മം എന്നിവ ഉള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ആന്തരിക സെൻസറുകളുണ്ട്. നമ്മളീ പറഞ്ഞ റിസപ്റ്ററുകളൊക്കെ പോലെയുള്ള ആന്തരിക സെൻസറുകളുണ്ട്. സെൻസറി നാഡികളുണ്ട്. ഇപ്പൊ കണ്ണിൽ നിന്നും തലച്ചോറിലേക്ക്, ചെവിയിൽ നിന്നും തലച്ചോറിലേക്കൊക്കെ പോകുന്ന സെൻസറി നാഡികളുണ്ട്. പിന്നെ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള സെറിബ്രൽ സെന്റേഴ്സ് ഉണ്ട്. ശരീരത്തിന്റെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിനകത്തുള്ള കേന്ദ്രങ്ങളുണ്ട്. ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഇത്തരം സെൻസസിനെ കൈകാര്യം ചെയ്യുന്ന മസ്തിഷ്ക കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ ഇവയെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സിസ്റ്റത്തെ ഉരുവാക്കുന്നത്. ഉറപ്പായിട്ടും മനസ്സിലാക്കി ഇത് മറ്റ് സിസ്റ്റങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. ഇത് നമ്മളതിന്റെ ഒരു പ്രൈമറി മോഡിൽ പറയുമ്പോൾ അത് ഇവിടെയാണ് ആ സിസ്റ്റം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവയെല്ലാം ചേർന്നാണ് ആ സിസ്റ്റം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇതില് ശാരീരികവും രാസപരവും ആന്തരികവുമായ മാറ്റങ്ങൾ കണ്ടെത്തുന്ന ഡിറ്റക്ടറുകളായിട്ടാണ് ഈ ഇതിലെ റിസപ്റ്ററുകൾ, നമ്മൾ ഇന്നലെ സംസാരിച്ച റിസപ്റ്ററുകൾ പ്രവർത്തിക്കുന്നത്. ഇതേ സംവിധാനത്തിൽ തന്നെ ശാരീരികമായിട്ടുള്ള ചലനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ, രാസപരമായിട്ടുള്ള മാറ്റങ്ങൾ, ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ, ഇവയെ സെൻസ് ചെയ്യുന്ന സംഭവങ്ങളാണ് റിസപ്റ്ററുകൾ നമ്മൾ ഇന്നലെ സംസാരിച്ചത്. ഈ സംവിധാനം വേഗത്തിലും തുടർച്ചയായും തിരഞ്ഞെടുക്കപ്പെട്ട രീതിയിലും പ്രവർത്തിക്കുന്നു. ഈ സെൻസറി സംവിധാനം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മുന്നിലൂടെ എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഇപ്പൊ തീ അല്ലെങ്കിൽ അപകടമുണ്ടാക്കുന്ന എന്തെങ്കിലും കടന്നു പോകുന്നിരിക്കട്ടെ, ഉടനടി നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് സെക്കൻഡുകൾക്ക്, വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ഈ സംവേദന പ്രവർത്തനം എന്നുള്ളത് നടക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. അത് വേഗത്തിൽ മാത്രമല്ല, തുടർച്ചയായി നടക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ട്. അതായത് എന്തിനാണോ പ്രാധാന്യം അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട്. ഇപ്പൊ നമ്മളൊരു കാര്യത്തെ വളരെ ശ്രദ്ധാപൂർവം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ചിന്ത വർക്ക് ചെയ്യില്ല, ചെവി വർക്ക് ചെയ്യില്ല. അതുമാത്രമായിരിക്കും. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ശ്രദ്ധാപൂർവം കേൾക്കുകയാണെങ്കിൽ വൈറ്റാലിറ്റി അതിലേക്ക് ഫോക്കസ് ചെയ്യുകയും കാഴ്ച കണ്ടുകൊണ്ടിരിക്കെ തന്നെ കാഴ്ച കാണാതെ ആവുകയും ചെയ്യും. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നതാണ്. പിന്നെ ഇപ്പൊ നമ്മൾ കോട്ടുവായി ഇടുന്നു ഇരിക്കട്ടെ, കോട്ടുവായി ഇടുന്ന സമയത്ത് ചെവിയും കണ്ണും ഒക്കെ മങ്ങുന്നത് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഈ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്തത്, എന്തിലേക്കാണോ ഊർജ്ജം കൂടുതൽ ചെലവാക്കുന്നത്, ആ സമയത്ത് മറ്റ് ഊർജ്ജത്തെ പിൻവലിക്കുന്ന സ്വഭാവം ശരീരത്തിനുണ്ട്. അത് ലോ ഓഫ് ഇക്കോണമിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോ നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ ഊർജ്ജവ്യയം, ഊർജ്ജത്തിന്റെ ഒരു എക്കണോമിക്കൽ ബാലൻസ് എങ്ങനെയാണ് ശരീരം നടത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രൈമറി ലോസ് ഓഫ് ലൈഫിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ വരുന്നുണ്ട്. അപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട രീതി എന്ന് പറയുന്നത് അതാണ്. അതായത് ഏത് കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ്. ഇപ്പൊ ഒരു പാമ്പ് അതിലെ പോകുന്നത്, നമ്മളെ പാമ്പിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വേറൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ അപ്പുറത്ത് ആരെങ്കിലും വിളിച്ചാൽ കേൾക്കൂല, നമ്മുടെ തലയിൽ വേറൊരു ചിന്ത ഉണ്ടാവില്ല. നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ സ്പർശനേന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യാതെ വരുന്നില്ല, നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ശ്രവണേന്ദ്രിയങ്ങളോ ഒന്നും വർക്ക് ചെയ്യാതെ വരുന്നില്ല. പക്ഷെ ശ്രദ്ധ അവിടെ ആയതുകൊണ്ട് അതിനനുസരിച്ച് ആയിരിക്കും ഇത് പ്രവർത്തിക്കുക, അതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുക. അപ്പൊ ഈ സിസ്റ്റം ഇത്രയേറെ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അത് നാഡീവ്യൂഹവുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ എൻഡോക്രൈൻ വ്യൂഹമാണ് ഈ സെൻസിനനുസരിച്ച് റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് എൻഡോക്രൈൻ സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. ആ സെൻസിനനുസരിച്ചാണ് ആക്ടിവിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ മസ്കുലോസ്കെൽറ്റൽ
സിസ്റ്റമായിട്ട് കണക്റ്റഡ് ആണ്. അവിടേക്ക് വേണ്ടുന്ന ഊർജം പോലുള്ള കാര്യങ്ങളെല്ലാം എത്തിക്കണമെങ്കിൽ രക്തചംക്രമണം എന്നുള്ളത് കണക്റ്റഡ് ആണ്. അതിലേക്ക് ഊർജം പ്രദാനം ചെയ്യണമെങ്കിൽ ശ്വസനം എന്നുള്ള സംവിധാനമായിട്ട് കണക്റ്റഡ് ആണ്. അത് നമ്മുടെ ഇത് സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി ആയിട്ട് ഡൈവേർട്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ദഹന വ്യവസ്ഥയായിട്ട് കണക്റ്റഡ് ആണ്. കാരണം സെൻസറി ഓർഗൻസ് എങ്ങനെ വർക്ക് ചെയ്യുന്നതനുസരിച്ചാണ് ദഹന വ്യവസ്ഥ. സെൻസറി ഓർഗൻസ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് ദഹനം കൃത്യമായിട്ട് നടക്കില്ല. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴോ ഭക്ഷണം കഴിച്ച ഉടനെയോ ഈ മൊബൈലോ പുസ്തകമോ വായിച്ചുകൊണ്ട് ചെയ്യരുത് എന്ന് പറയുന്നത്. കാരണം സെൻസേഴ്സ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ദഹനം കൃത്യമായിട്ട് നടക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷിയായിട്ട് കണക്റ്റഡ് ആണ്, മനസ്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോ ശരീരത്തിന്റെ മിക്കവാറും എല്ലാ വ്യവസ്ഥകളുമായിട്ടും ഈ സെൻസറി സംവിധാനം എന്നുള്ളത് കണക്റ്റഡ് ആണ്. ആരോഗ്യകരമായ സെൻസറി പ്രവർത്തനം നമുക്ക് നമ്മളിലെ അവബോധം ഉണ്ടാക്കും, കൃത്യമായ അവബോധം ഉണ്ടാക്കും. ആരോഗ്യകരമായിട്ടാണ് സെൻസസ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ എവിടെയാണ്, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എനിക്ക് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധം നമുക്ക് ഉണ്ടാക്കിത്തരും. അവബോധം എന്ന് പറയുന്നത് നമ്മൾ അവെയർ ആയിരിക്കുന്ന, നമ്മളിൽ ഉണർന്നിരിക്കുന്ന അറിവാണ്, ഉണർന്നിരിക്കുന്ന ബോധമാണ് അവബോധം എന്ന് പറയുന്നത്. അപ്പോ അത് ആരോഗ്യകരമായ ഒരു സെൻസറി പ്രവർത്തനം ഉള്ളിടത്തെ അത് സംഭവിക്കുള്ളൂ. ഇപ്പോ ഒന്നിന്റെ പൊസിഷൻ, കണ്ണിന് കൃത്യമായിട്ട് കാഴ്ചയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം റോഡിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഹമ്പ് അവിടെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കാണാൻ കഴിയില്ല. എല്ലാ ഓബ്ജക്ട്സും അവിടെ നിൽക്കുന്നത് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മൾ എവിടെ നിൽക്കുന്നു, ഏത് സ്ഥലത്ത് നിൽക്കുന്നു, എത്ര ആംഗിളിൽ നിൽക്കുന്നു, ഏത് ദിശയിൽ നിൽക്കുന്നു എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ സെൻസറി പ്രവർത്തനം കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ അവയവങ്ങളുടെ ഏകോപനം നടക്കണം എന്നുണ്ടെങ്കിൽ ഈ സെൻസേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ പഠിക്കണം, ഒരു വിഷയത്തെ പഠിക്കണം, അല്ലെങ്കിൽ ഒരു പ്രായോഗികത പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ സെൻസറി പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണം. നമ്മുടെ ഇമോഷണൽ ബാലൻസ് കൃത്യമാവണമെങ്കിൽ ഈ സെൻസറി സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷ എന്നുള്ളത്, നമ്മുടെ സെക്യൂരിറ്റി, ഏത് തരത്തിൽ നമ്മളൊരു യാത്രയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരിടത്ത് ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ പരിസരവുമായി കണക്ട് ചെയ്തിട്ടുണ്ടോ. നമ്മുടെ സെക്യൂരിറ്റി എന്നുള്ള കാര്യത്തെ ഇപ്പോ ഒരു മരം വീഴുകയാണ്, നമ്മൾ അതിന്റെ താഴെ പോയി നിൽക്കാതിരിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ സെൻസേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. മരം വീഴുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഓടിപ്പോണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാഹനങ്ങൾ തുരിതുര ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻസേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ സുരക്ഷ നഷ്ടപ്പെടും. അപ്പോ ഇങ്ങനെയാണ് സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സെൻസേഴ്സിനെ വല്ലാതെ ബാധിക്കുന്ന പല പണികളും ചെയ്യാറുണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ ഈ മൊബൈലിന്റെ ഉപയോഗം എന്ന് പറയുന്നത്, സ്ക്രീൻ ഉപയോഗം എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദവും രക്തസമ്മർദ്ദവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സെൻസേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. ശരീരത്തിന് അമിതമായ ഭാരം കൊടുക്കുകയാണെങ്കിൽ, നമ്മുടെ വർക്ക് ലോഡുകൾ കൂട്ടുകയാണെങ്കിൽ ആ സമയത്ത് കൃത്യമായിട്ട് സെൻസേഴ്സ് വർക്ക് ചെയ്യില്ല. ശരീരത്തിന്റെ ഭാരം കൂടിയാൽ അപ്പോഴും കൃത്യമായിട്ട് സെൻസേഴ്സ് വർക്ക് ചെയ്യില്ല. കാരണം ഈ ഹോൾ മാസിന്റെ ഏതെല്ലാം ഭാഗത്ത് എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ, സെൻസേഴ്സിന് എല്ലായിടത്തും എത്താൻ കഴിയാത്ത രീതിയിലുള്ള വലിപ്പമാവുമ്പോൾ അത് അറിവ് കിട്ടാതെ പോകും. പിന്നെ ഉറക്കം മോശമാണെങ്കിൽ നമുക്ക് സെൻസേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അറിയായിരിക്കും, നമ്മളിപ്പോ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്നിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും പാളിപ്പോവും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ആ സെൻസേഴ്സിലേക്കുള്ള സപ്ലൈസ് കൃത്യമായിട്ട് നടക്കില്ല, ഇതിനെ അനലൈസ് ചെയ്യാൻ ശരീരത്തിന് കൃത്യമായിട്ട് കഴിയില്ല എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയാണെങ്കിൽ ഈ സെൻസേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. മദ്യം, ലഹരി പോലുള്ള കാര്യങ്ങൾ കയറുന്ന സമയത്ത് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അതുപോലെ ഉച്ചത്തിലുള്ള ശബ്ദം, ഒരു ഹൈ വോള്യൂമുള്ള ശബ്ദത്തിനകത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ചെവി ആദ്യം ബാധിക്കും, പിന്നീട് അത് മറ്റ് അവയവങ്ങളെയും ബാധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വീക്കം, ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും ഈ സെൻസേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. എല്ലാ സെൻസേഴ്സും വർക്ക് ചെയ്യില്ല. പ്രത്യേകിച്ചും സ്കിന്നൊക്കെ ആ സമയത്ത് അതിന്റെ പ്രവർത്തനം കുറയ്ക്കും. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആഘാതങ്ങൾ, ഇമ്പാക്റ്റുകൾ ഉണ്ടായി, ആക്സിഡന്റിൽ നമുക്ക് കിട്ടുന്ന ഇമ്പാക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കട്ടെ, അതും സെൻസിങ് എന്നുള്ള പ്രോസസ്സിനെ തടസ്സപ്പെടുത്തും. അപ്പൊ ഇതെല്ലാം സാധാരണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെ പരിഹരിക്കാനുള്ള മാർഗം ഇത്രയേ ഉള്ളൂ.
നല്ലപോലെ വിശ്രമിക്കുക, നല്ലപോലെ ഉറങ്ങുക, സ്വാഭാവികമായിട്ടുള്ള വെളിച്ചം മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ മൊബൈലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നീല വെളിച്ചം കളയാൻ വേണ്ടിയുള്ള ഒരു മോഡുണ്ട്. ആ മോഡിലേക്ക് ഇട്ടാൽ മതി. ഇട്ടാൽ മതി എന്ന് വെച്ചാൽ അതോടുകൂടി തീർന്നു എന്നല്ല പറയുന്നത്, അങ്ങനെ ഇടാം. അതുപോലെ തന്നെ നമുക്ക് രാത്രി ഉപയോഗം ഒഴിവാക്കാം. അങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയും. പിന്നെ ഉത്തേജനങ്ങൾ കുറയ്ക്കുക. ഏതെങ്കിലും തരത്തിലുള്ള മദ്യമാണെങ്കിലും ശരി, ഇപ്പൊ കോഫി പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ശരി, അത് കുറയ്ക്കുക. കുറഞ്ഞ ഉത്തേജനം, അത് ഏറ്റവും പരിമിതമായിട്ടുള്ള, ഒഴിവാക്കാൻ പറ്റിയ ഏറ്റവും നല്ലത്. പിന്നെ ശ്രദ്ധയോടെ ശ്വസിക്കുക. ആ ശ്രദ്ധ ഉണ്ടാവുന്ന സമയത്ത്, ശ്വസനത്തിലെ ശ്രദ്ധ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ സെൻസറി ഓർഗൻസ് മുഴുവൻ തന്നെയും റെജുനേറ്റ് ചെയ്യപ്പെടും. അതൊരു ടോട്ടൽ മെക്കാനിസം ആണ്. അതായത് സെൻസ് ചെയ്യുക എന്നുള്ള ശാരീരിക പ്രക്രിയയെ ഏറ്റവും നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ശ്വസനത്തെ ശ്രദ്ധിക്കുക എന്നുള്ളത്. ശ്വാസം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ സെൻസേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ടും ഇത് റെജുനേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ് ഉണ്ടാകും. കാരണം പ്രാണനാണ് ഇതിന് എല്ലാത്തിലേക്കും എനർജി സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെൻസ് ചെയ്യുന്ന സമയത്ത് ആ സെൻസേഴ്സിലേക്ക് ഈ സപ്ലൈ ചെന്നെത്തും എന്ന വഴിയാണ് ഇത് ഉണ്ടാവുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ചലനം ഉണ്ടാവണം, നമ്മുടെ ശരീരത്തിന് ചലനം ഉണ്ടാവണം. പലതരം ശാരീരിക ചലനങ്ങളുള്ളത് നമ്മുടെ സെൻസേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യും. അതേപോലെ പ്രോപ്പറായിട്ടുള്ള പോഷകാഹാരം നമുക്ക് ഉണ്ടാവണം, ജലാംശം ഉണ്ടാവണം, ശാന്തമായ വികാരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്ന സമയത്ത്, നമ്മൾ ഭയങ്കര വറീഡ് ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മെലങ്കലിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുപാടുള്ള പലതും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ വികാരങ്ങൾ ശാന്തമായിരിക്കണം, സമതുലിതാവസ്ഥയിലായിരിക്കണം. അതുപോലെ നമ്മൾ എത്ര നേരം പ്രകൃതിയിൽ ചിലവാക്കുന്നുണ്ട്, പ്രകൃതിയുമായി ഇന്ററാക്ട് ചെയ്തുകൊണ്ട്, അതായത് ഞാൻ എന്റെ ലോകം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മുറിക്കകത്ത് എന്റെ കാറിനകത്ത് മാത്രം ജീവിക്കുന്ന അവസ്ഥയ്ക്ക് വരും. ഞാൻ വെളിയിലേക്ക് ഇറങ്ങി എന്റെ മനസ്സിനെ വെളിയിലേക്ക് ഇറക്കി, എന്റെ പ്രവർത്തികളെ വെളിയിലേക്ക് ഇറക്കി, എന്റെ ശരീരത്തെ വെളിയിലേക്ക് ഇറക്കി പ്രകൃതിയുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നോ അതിനനുസരിച്ച് സെൻസേഴ്സ് ഓണായി വരും. ഓണായി വരുന്ന വെച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത രീതിയിലേക്ക് അത് ഒരു വിപുലമായ വളർച്ച പ്രാപിച്ചതും വരും. ഇതിനൊക്കെ അപ്പുറത്ത് താളാത്മകമായ ജീവിതത്തിലൂടെ മാത്രമേ ഇതിനെയും ശരിയാം വിധം കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ സെൻസറി സിസ്റ്റം എന്നുള്ളതാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, ചുറ്റുപാടെന്ന് വെച്ചാൽ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള പരിസ്ഥിതികളോട് സമരസപ്പെട്ട് നിൽക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി, ജ്ഞാനേന്ദ്രിയങ്ങൾ, മറ്റ് ആന്തരിക ഇന്ദ്രിയങ്ങളും വഴിയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതിനനുസരിച്ച് ശരീരം റെസ്പോൺസ് കാണിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ ആക്ടിവിറ്റികളെല്ലാം തന്നെ. അപ്പൊ അതിനു വേണ്ടിയുള്ള ആ ഒരു മെക്കാനിസമാണ് സെൻസറി സിസ്റ്റം. അപ്പൊ അതിന് കംപ്ലൈന്റ് ഇല്ലാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം ശാന്തമായിട്ട് വരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശരീരത്തിലെ സെൻസേഴ്സിനെ നമ്മൾ കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നിരീക്ഷിക്കുക. ആ നിരീക്ഷണമായിട്ട് നമ്മൾ നാളെ അടുത്ത വിഷയത്തിലേക്ക് കയറാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.